നിക്കി 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 നിക്കി. എങ്ങോട്ടാ ധൃതിയിൽ ഇത്ര ഇടിച്ചു കയറി പോകുന്നത്? അവിടെ നിന്നാ മതി. എന്റെ സുധേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾക്ക് നാളുണ്ടോ മനുഷ്യ എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ? അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? ഉള്ള കടക്കാരൊക്കെ വരുമ്പോഴേ ഞാൻ വേണം സമാധാനം പറയാൻ. ഓ അതാണോ? ഓ എന്ത് നിസാരം, ഒരു ഗുണ്ട വന്നേക്കുന്നത്. നിങ്ങളെ ഗുണ്ടയല്ല ഉണ്ടയാ ഉണ്ട. വെറുതെ മീശയും പിടിച്ച് നടക്കാന്നല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം മനുഷ്യ. സുധേ, നീ കാര്യം എന്താ വെച്ചാ പറ. നീ കിടന്ന് കലിതുള്ളാതെ. ഇന്ന് വൈകിട്ടേ 25,000 രൂപ പലിശക്കാരൻ പരമൂന്ന് കൊടുക്കാന്നാണോ പറഞ്ഞത്? എന്റെ ദൈവമേ, ഞാൻ അത് എവിടുന്ന് എടുത്ത് വിളിച്ചു കൊടുക്കൂ? ഓ അതാണ് കാര്യം. അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? പെരുവഴിയായിരിക്കും. നീ എന്നെ അത്ര കൊച്ചാക്കൊന്നും വേണ്ട. ഇനി ഒറ്റ മാർഗേ ഉള്ളൂ, എന്റെ ചേച്ചി. എന്റെ ദൈവമേ, കഴിഞ്ഞ തവണ ആ ചേച്ചിയോടല്ലേ വന്ന് ചോദിച്ചത്. ഇനിയും ചോദിച്ച അവരെന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കല്ല. നീ ഒരുങ്ങി, നമുക്ക് അങ്ങോട്ട് പോകാം. ഹോ, എന്തൊരു കിളയാ! കിളച്ചു മറിക്കുവാന്നല്ലോ. എന്റെ ദൈവമേ, ഇങ്ങറ കിള കണ്ട ദൈവം പോലും പൊറുക്കത്തില്ല. എന്താടി എന്നെ ഒരു ആക്കിപ്പറച്ചില്? എന്താടി എന്റെ കിളക്കൊരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഈ കിളയ്ക്കുന്നതേ നനവുള്ള മണ്ണിലായിരുന്നെങ്കിലേ വല്ല പ്രയോജനമെങ്കിലും ഉണ്ട്. ഇത് മൊത്തം വെട്ടുകല്ലേ. ശരിയാണല്ലോ, ഇത് മൊത്തം വെട്ടുകല്ല. അപ്പോ എന്റെ ഇന്നത്തെ കിള പാഴായല്ലോ രാധേ. അല്ലെങ്കിലും നിങ്ങളെ പാഴാ. എനിക്ക് പറ്റിയൊരബദ്ധം. എന്തോ പറഞ്ഞേ? അല്ല, കടയിൽ പോകുമ്പോ ഒരു കിലോ പഴം വേണമെന്ന് പറഞ്ഞതാ. ഞാൻ വിചാരിച്ചു. നിങ്ങളൊന്നും വിചാരിക്കണ്ട, വല്ലതും വന്ന് കഴിച്ചിട്ട് പോ. ഇതും കൂടെ ഒന്ന് കളച്ച് തീർത്തിട്ട് ഞാനങ്ങ് വരാം. ഇങ്ങേരി കുറെ കളച്ച് മറിക്കും. അതാരാ? പലിശക്കാരൻ പരമല്ലേ വരുന്നത്? ഈശ്വരാ, കാണണ്ട. ചേച്ചിയെ, രാജേച്ചിയെ, അളിയനെന്തിയേ? ആ, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ? ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ നിങ്ങക്ക്. ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാ ചേട്ടനെ. അപ്പൊ എന്തോ കാര്യം ഉണ്ടല്ലോ. പലിശക്കാരൻ പരമോ അല്ല. ആഹാ, കുഞ്ഞളിയനായിരുന്നു. ആ കുഞ്ഞളിയോ, എന്തുകൊണ്ട്? അളിയനും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? അളിയന്റെ എന്തുവാ അളിയാ? ഓ എടാ മഹാഭാവി, കിളച്ചെന്റെ തോളെല്ലാം വേദനയല്ലായിരുന്നോ? ഓ ഇനിയേ ഞാൻ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ഇവന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ചാവേണ്ടി വരും. ഓ എന്റെ അമ്മേ, അയ്യോ. എന്റെ ചേച്ചി, ഇങ്ങേര് പണിക്ക് പോയിട്ട് എത്ര നാളായെന്നറിയാമോ? ചുമ്മാ മീശയും വിരിച്ച് മുണ്ടും മടക്കി കുത്തി അങ്ങ് നടക്കുക, മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഗുണ്ടയാണ് പോലും, ഗുണ്ട ഗുണ്ടയാ. ചേച്ചി, അളിയൻ ജോലിയൊക്കെ ഉണ്ടോ? പിന്നെ നിന്റെ കണക്കാന്നോ? ഇന്നലെ പണിയില്ലായിരുന്നു. അപ്പൊ മെനങ്ങാണോ? വിട്ടായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു. അപ്പൊ അളിയൻ എന്നെ കൂട്ടാതെ വെള്ളം കുടിച്ചു. എന്ത് പറഞ്ഞേ? ആ, എല്ലാം കണക്കാന്ന് പറഞ്ഞ. ഏതായാലും നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ അടുക്കളയിലോട്ട് പോകണം. രായപ്പോ എന്നൊക്കെയുണ്ട്? മെമ്പറോ? എന്തുണ്ട്? രായപ്പാ, ആ ഞാൻ പഞ്ചായത്ത് കുറച്ച് വിത്ത് കൊടുത്തു വിട്ടായിരുന്നു. കിട്ടിയായിരുന്നോ? വിത്തൊക്കെ കിട്ടി മെമ്പറേ. ഇനി അതെല്ലാം ഒന്ന് കിളിപ്പിച്ചെടുക്കണം. എന്റെ പൊന്ന് രാജപ്പ, വിഷമയമില്ലാത്ത പച്ചക്കറി, അതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ സ്വപ്നം. ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വിളവെടുത്തിട്ട് വേണം എനിക്ക് പഞ്ചായത്തിൽ നിന്ന് നല്ല ഒന്നാം തരം കർഷകനുള്ള അവാർഡ് ഞാൻ മേടിച്ചു തരും. എന്റെ മെമ്പറെ, മെമ്പർ ഈ വാഗ്ദാനം ചെയ്യാനേ മിടുക്കനാ. പക്ഷെ മെമ്പർ തന്ന വിത്ത് മുളയ്ക്കുമോന്നാ ഒരു സംശയം. എന്താ രാജപ്പ, എന്റെ വിത്ത് മുളയ്ക്കുമോ എന്നൊരു സംശയം? അയ്യോ മെമ്പറെ, അതല്ല പറഞ്ഞത്. മെമ്പറിന്റെ വിത്ത് പലയിടത്തും മുളച്ച് വരുവാന്നല്ലോ. രാജപ്പോ മെമ്പറെ, ഈ പന്നിശല്യത്തിന്റെ കാര്യം എന്തോ ആയി? അതിനും തീരുമാനമായല്ലോ. പന്നിയെ വെടിവെക്കാൻ വേട്ടക്കാരനെ കൊണ്ടുവരാൻ പഞ്ചായത്ത് കൂടിയിട്ടുണ്ട്. അതേതായാലും നന്നായി മെമ്പറെ. രാജപ്പാ, അപ്പൊ ഇനി വിത്ത് വല്ലതും വേണമെങ്കിൽ രാധ അങ്ങ് വിട്ടാ മതി, ഞാൻ അവിടെ കാണും. ശരി. വിത്ത് വാങ്ങാൻ രാധ തന്നെ വരണം. രാധ വന്നത് തന്നെ. എന്റെ മെമ്പറെ, കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് മീൻ പിടിച്ചതാണല്ലോ. പുല്ല് എന്തെങ്കിലും കാണുമായിരിക്കും. ഇതെന്തോ എന്താ വെള്ളം അടിച്ചിട്ട് വെള്ളത്തിൽ വന്ന് കിടക്കുന്നത്? എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്? ഇടയ്ക്ക് വല്ലതും കാണുമായിരിക്കും. അയ്യോ എന്നാ പക്ഷേ ആരും കാണുന്നില്ലല്ലോ, ആരും ഇല്ലല്ലോ.
അയ്യോ അയ്യോ മെമ്പറേ 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 ആ സുഗുണ മെമ്പറേ എന്റെ ദൈവമേ. അയ്യോ. രാത്രി മെമ്പറേ നില്ല് മെമ്പറേ 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 ദാണ്ട് മെമ്പർ ഇതോ അവിടെ പോയിരുന്നു മെമ്പറേ മെമ്പർ ദാണ്ട് നില്ല് 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 മെമ്പറേ മെമ്പറേ മെമ്പർ എന്താ എന്നെ കണ്ടിട്ട് ഓടിയേ? ഓ എന്നും രാവിലെ 1 കിലോമീറ്റർ ഓടുന്ന ഇന്നത് ഓടിയില്ല. അതിപ്പോ അങ്ങ് ഓടി തീർത്താക്കാന്ന് ഓർത്താ. അല്ല നീ എന്തിനാ ഓടിയത്? മെമ്പറേ ആ തോട്ടിലൊരു ശവം ഞാൻ കണ്ടതാ. അന്ന് എവിടെ? അതുകൊണ്ട് ആ തോട്ടി. ദൈവമേ, ഒരാഴ്ച മുമ്പ് നമ്മുടെ സുകുമാരനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തിരുന്നല്ലോ. ശ്ശോ, ഇപ്പൊ അങ്ങേരെങ്ങാനോ? ഓ മെമ്പറേ നിൽക്കും മെമ്പറേ, നീ വാ. ഞാനും കൂടെ ഇല്ലായിരുന്നു ഇപ്പൊ കാണായിരുന്നു. ആ, ഉവ്വ. ആര് കാണും? ഓ രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഇത്രയും കയറ്റം ഇല്ലായിരുന്നല്ലോ. രായപ്പോ എടാ രായപ്പാ, എടാ രായപ്പാ, എടാ ഇങ്ങ് ഇറങ്ങി വാ പെട്ടെന്നാട്ടെ. അയ്യോ മെമ്പർ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വന്നല്ലോ. എടാ നീ വാ, ആ തോട്ടിലൊരു ശവം. തോട്ടിലോ? ആ നീ വാ. എന്റെ അളിയൻ വന്നിട്ടുണ്ട്, ആ. അളിയനോട് വിളിയാ. എടാ അളിയനെ പെങ്ങളെ വിളിച്ചോണ്ട് വരുന്നത് കല്യാണത്തിന് പോലെ, നീ പെട്ടെന്ന് വാ. അളിയോ ആ കുഞ്ഞളിയാ, ഇങ്ങോട്ട് വന്നേ. വാ. ആ തോട്ടിലൊരു ശവം, വാ നമുക്ക് ശവം കാണാം. ഓ പറച്ചിൽ കേട്ടോ അവർക്ക് പെണ്ണ് കാണാൻ പോവാന്ന്. ആ പെട്ടെന്നാട്ടെ. അല്ല ശവം കാണാൻ പോകും. പോലീസിനെയോ? അതൊക്കെ നമുക്ക് ചെയ്യാം. വാ. സുധേ, ചേട്ടനെ അനിയനെയും കാണുന്നില്ലല്ലോ. രണ്ടുപേരുടെ മുങ്ങിയെന്നാ തോന്നുന്നത്. ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ മോളെ. ശരിയോ ചേച്ചി, ഇവരിങ്ങനെ വിട്ടാ പറ്റില്ല. നിന്ന നിൽപ്പി കാണാതാവാ. ഇവരെന്തോ മുതുകാടിന്റെ മാജിക് വല്ലതും പഠിച്ചിട്ടുണ്ടോ? എന്ത് മാജിക് ആണെങ്കിലും ഞാൻ ഇന്ന് വീട്ടിൽ ചെല്ലട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏതായാലും വാ, നമുക്കൊന്ന് പോയി നോക്കാം. വാ വേഗം വാ, അവര് പോയി. മെമ്പറേ ഞാനാ കണ്ടേ. എടാ നീയാ കണ്ടത്? മെമ്പറേ ഞാനാന്നേ. അന്നേ പോലീസുകാർ ചോദിക്കും പറഞ്ഞാൽ മതി കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചേട്ടാ ഈ ലിസ്റ്റിനകത്തുള്ള സാധനങ്ങളെല്ലാം ഒന്ന് എടുത്താട്ടെ. ഗോപിയേ പറ്റും, ഒരുപാടായി. ശമ്പളം കിട്ടട്ടെ ചേട്ടാ, ശമ്പളം കിട്ടുമ്പോ മൊത്തത്തിൽ അങ്ങ് തരത്തില്ലയോ? ഇതിപ്പോ കേൾക്കാൻ തുടങ്ങിയിട്ടെ ഒരുപാട് നാളായി. ചേട്ടാ ഗോപി തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. അവസാനം ഞാൻ ഗോപി വരയ്ക്കേണ്ടി വരുമോ ഗോപി? മെമ്പറേ എല്ലാരും കൂടെ ധൃതി വെച്ച് എങ്ങോട്ടാ? വാ, നമുക്ക് പോയി കണ്ടിട്ട് വരാം. ചേട്ടാ സാധനം എടുത്ത് വെച്ചാൽ മതി കേട്ടോ, ഞാൻ വന്നിട്ട് എടുത്തോളാമേ. ഞാനും വരുന്നു. ഞാനാ കണ്ടേ. നീ ആരാ? നന്ദനത്തിലെ നബിയ നായരോ? അവിടെ പോലീസുകാരോട് പറഞ്ഞാൽ മതി, ഞാൻ ആദ്യം കണ്ടേന്ന് കേട്ടോ. കുറെ ദിവസം ആയി കാണുമോ? വാ 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 പെട്ടെന്ന് വാ. ഇന്നും പണിയായി. ഈ കാക്കിരി പോക്കിരി എല്ലാം അറിഞ്ഞല്ലോ എന്റെ ദൈവമേ. പഞ്ചായത്തിലേക്ക് അറിയാൻ ആരുമില്ലെന്ന് തോന്നുന്നു. കണ്ടോ ഇതാ മക്കളെ, ഒത്തിരി നേരം നോക്കി നിൽക്കണ്ട കേട്ടോ. രാത്രി കണ്ട് സ്വപ്നം കണ്ട് പേടിക്കും. നല്ല പഴക്കമാ. ഇതിപ്പോ ഇറങ്ങി എടുക്കാൻ ധൈര്യമുള്ള ആരാ ഉള്ള ഇതിനകത്ത്? അയ്യോ രാജുന് ഇത്രയും ധൈര്യം? എടാ ഞാൻ ചാടിയതല്ല, ഈ കൂട്ടത്തിൽ നിന്ന് ആരോ എന്നെ പിടിച്ച് തെള്ളിയിട്ടതാ. എടാ ഇത് ശവമല്ല, കണ്ടത്തി വെക്കുന്ന കോലവാ. ആ സുഗുണ എന്തൊരു കള്ളത്തരാ പറഞ്ഞത്, നമ്മള് പഠിച്ചില്ല. ആ ഇവൻ ആരാ ഈ സുഗുണൻ എന്ന് പേരിട്ട ദൈവമേ? ഒരു ഗുണവും ഇല്ലാത്തവനാണല്ലോ. ഇതാരാടാ അപ്പൊ ഈ നാട്ടിൽ പുതിയൊരാള്? പരിചയമില്ല.